LSS പരീക്ഷ ജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് തരും ടീച്ചറെ എന്ന് കുറച്ച് മിടുക്കികളും ഒക്കെ ടീച്ചറിനോട് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, സജിത ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞു. ടീച്ചറും വാക്ക് പാലിച്ചു, കുട്ടികളും വാക്ക് പാലിച്ചു. ഇതാ ആ ദൃശ്യങ്ങളൊന്നും കാണാം. സന്തോഷ വിശേഷം നമ്മളോട് നയൻതാര പങ്കുവയ്ക്കാം. നയൻതാര നേരത്തെ പറഞ്ഞ കേട്ടാണോ അല്ലേ, പാലക്കാട് ഒരു കുഞ്ഞിനെ പുറത്തു നിർത്തിയതാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായ സങ്കടവും ആ സ്കൂളിനോടും അധ്യാപകരോടും ഒരുപക്ഷെ ആ കുഞ്ഞിന് തോന്നിയിട്ടുള്ള ഒരു വിഷമവും ദേഷ്യവും ഒക്കെ. പക്ഷെ ഇവിടെ ഈ 4 മിടുക്കിമാർക്ക് അവർക്ക് ആ സ്കൂളിനോട് അധ്യാപകരോടൊക്കെ അല്ലേ എത്രമാത്രം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹവും സന്തോഷമാകും. ഇങ്ങനെയും കുട്ടികളെ നോക്കാമെന്നുകൂടിയാണ് ആ ടീച്ചർമാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദിവിഷ, ഞാൻ തൊട്ട് മുമ്പുള്ള വാർത്ത കേട്ടു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഞാൻ കണ്ടുപിടിച്ച ഈ ഒരു വാർത്ത ഞാൻ ദിവിഷിനോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെ ഒരുപാട് അധ്യാപകന്മാരുണ്ടാവും അല്ലേ നമുക്ക് പ്രചോദനം നൽകുന്ന എന്നായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ അറിവ് നൽകുന്നതിനൊപ്പം പ്രചോദനം നൽകുന്ന രീതിയിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല, കുറച്ച് പേർക്കേ കഴിയൂ. ആ കൂട്ടത്തിലൊരാളാണ് ചെറുകുളത്തൂർ സ്കൂളിലെ പ്രധാന അധ്യാപിക സാജിത ടീച്ചർ. ടീച്ചറോട് എല്ലാ ദിവസവും കുട്ടികൾക്ക് ഇങ്ങനെ ടീച്ചർ പരിശീലനം നൽകുമായിരുന്നു. അങ്ങനെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ മിടുക്കന്മാരാവണം, LSS നേടണം. അങ്ങനെ കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾ അങ്ങനെ LSS നേടിയ ടീച്ചർ എന്താ ഞങ്ങൾക്ക് തരിക? ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മക്കളെ വേണ്ടത്? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അവർക്ക് ഒരു സൈക്കിൾ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങി തരുമോ? ടീച്ചർ അത് മനസ്സിൽ വെച്ചു. റിസൾട്ട് വന്നു, 4 കുട്ടികൾ മികച്ച വിജയം കൈവരിച്ചു. ടീച്ചർ അത് മറന്നില്ല, ഒരുപാട് കാലം ടീച്ചർ മനസ്സിൽ തന്നെ ഇട്ടു. ടീച്ചറുടെ കയ്യിൽ നിന്നും പണം എടുത്താണ് ഈ 4 സൈക്കിളും വാങ്ങിക്കൊടുത്തത്. ടീച്ചറിൻ്റെ ആ സ്നേഹം ഉണ്ടല്ലോ കുട്ടികളോട്, അത് ഞാൻ ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറെ പനിച്ച് കിടക്കുകയാണ്, നമുക്കറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ടീച്ചറെ കാണാൻ സാധിച്ചില്ല, എങ്കിലും ടീച്ചർ ആ സന്തോഷം നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, വലിയൊരു പ്രചോദനം തന്നെയായി. അവർ പറയുന്നുണ്ട്, ഇപ്പം LSS ആണ് കഴിഞ്ഞത്, ഇനി വരുന്നത് USS ആണ്. ടീച്ചറോടുള്ള ഞങ്ങളെ സ്നേഹം ഇനി USS നേടിയിട്ട് വേണം ഞങ്ങൾക്ക് കാണിക്കാൻ എന്നാണ് അവർ ആവേശത്തോടു കൂടി പറയുന്നത്. അങ്ങനെ അവർക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇവർക്ക് സൈക്കിൾ നൽകിയത് കൊണ്ട് ഈ സമ്മാനത്തിൻ്റെ വലുപ്പമല്ല, ടീച്ചർ കുട്ടികളോട് കാണിച്ച ആ ഒരു അടുപ്പമുണ്ടല്ലോ, ആ ഒരു കാര്യം മറ്റു കുട്ടികൾക്കും വലിയൊരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. സ്കൂളിൽ അധ്യാപകരും അതുപോലെ തന്നെ വലിയൊരു സന്തോഷത്തിലാണ്. പ്രധാന അധ്യാപിക തന്നെ വലിയൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് മറ്റുള്ള അധ്യാപകർക്കും. ഇതുപോലെ ഈ അധ്യാപിക എല്ലാ സ്കൂളിലെ അധ്യാപകർക്കും ഒരു മാതൃകയാവട്ടെ.